ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ ഒരു 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മെയിൽ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരുന്നു. പുള്ളിക്കാരന് വായിൽ ഒരു തണുത്ത വെള്ളം പോലും കൊള്ളാത്ത അവസ്ഥയിലാണ് പുള്ളിക്കാരൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കേസ് ഹിസ്റ്ററിയും പേഴ്സണൽ ഹിസ്റ്ററിയും ഒക്കെ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ കോളേജ് ഡേയ്സിൽ പുള്ളിക്കാരൻ എന്തായിരുന്നു സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വായിൽ നന്നായിട്ട് യെല്ലോ ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഈ പല്ല് മഞ്ഞ കളർ മാറ്റി നല്ല നിറം വരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ കുറേ പൊടിക്കൈകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ബേക്കിംഗ് സോഡ, നാരങ്ങ, വിനേഗർ അങ്ങനത്തെ കുറേ ആസിഡിക് ബേസിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പുള്ളിക്കാരൻ മിക്സ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ പല്ലിൽ വെച്ച് തേച്ച് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരന് ഈ യെല്ലോ ഷെയ്ഡ് നന്നായി മീൻസ് കുറച്ചൊക്കെ നിറം മാറുന്ന പോലെ തോന്നി. അപ്പോൾ പുള്ളിക്കാരൻ ഇത് കണ്ടിന്യൂസ് ചെയ്തു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് പിന്നെയും ആ യെല്ലോ കളർ അപ്പിയറൻസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ നന്നായിട്ട് പുളിപ്പ് ഉണ്ടാവാനും തുടങ്ങി. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ ആസിഡ് പോലത്തെ കെമിക്കൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ ഇനാമൽ എന്ത് ചെയ്യാൻ തുടങ്ങി, തേഞ്ഞു പോകാനായിട്ട് തുടങ്ങി. ആ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരൻ്റെ മോണയ്ക്കും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ മോണ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പല്ലിൻ്റെ വേര് കാണാൻ തുടങ്ങുകയും ഈ വേരിൻ്റെ അവിടെയുള്ള സിമൻറ്റത്തിൽ തണുത്ത വെള്ളമൊക്കെ തട്ടുമ്പോഴത്തേക്ക് നല്ല പുളിപ്പ് അനുഭവപ്പെടുമെന്ന് തോന്നുകയാണ് പേഷ്യൻറ്റിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യാന്നുള്ളതും നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പൊടിക്കൈകളെങ്ങാനും ചെയ്തിട്ടുണ്ടോ? പിന്നെ നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരെയൊക്കെ പല്ലൊന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഉമ്മിക്കരി വെച്ച് തേക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഉമ്മിക്കരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാൻഡ് പേപ്പർ ഇല്ലേ, ഈ സാൻഡ് പേപ്പർ പോലെ അബ്രസീവ് ആയിട്ടുള്ളതാണ് ഈ ഉമ്മിക്കരിയും. നമ്മുടെ ഇനാമൽ അത്രയും നമ്മുടേത് തേഞ്ഞു പോകും. അതുവഴി നമുക്ക് പുളിപ്പ് അനുഭവപ്പെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പല്ല് കുറച്ചൊന്ന് നിറം വെപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻറ്റിസ്റ്റുകളെ പോയി കണ്ട് അവരെന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ ടീത്ത് വൈറ്റനിങ് ചെയ്യും. ഈ ടീത്ത് വൈറ്റനിങ് ആണെന്നുണ്ടെങ്കിലും അതൊരു ടെമ്പററി പ്രോസസ്സാണ്. അത് നല്ല പ്രിക്കോഷൻസിനോട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രൊസീജിയറാണ്. അല്ലാതെ ഇപ്പോൾ പേഷ്യൻറ്റ് പെർമനൻ്റ് ആയിട്ട് വൈറ്റനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെനീസ് അല്ലെങ്കിൽ ക്രൗൺസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണ്, നമ്മുടെ നാച്ചുറലി ഉള്ളതല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ബ്ലീച്ചിങ് എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകളും ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആരും മറക്കണ്ട, നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ടൂത്ത് വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ വല്ല പൊടിക്കൈകളോ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് പല്ലിന് വല്ല പണി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.